രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ കാത്തിരിക്കുന്ന രാധയുടെ പ്രണയം 137ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ വേണമെന്നുള്ളവർ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് ഉണ്ട്. എല്ലാ ചൊവ്വാഴ്ച ദിവസവുമാണ് രാധയുടെ പ്രണയം. എല്ലാ ബുധനാഴ്ചയും മരണത്തെ കീറി മുറിച്ചു പരിശോധിക്കുന്ന ഒറ്റ പുസ്തകമേ ഇറങ്ങിയിട്ടുള്ളൂ, അത് കഠോപനിഷത്താണ്. അതിൻ്റെ ക്ലാസ് അത് നിങ്ങൾക്കൊരു മഹാഭാഗ്യമാണ്. കഠോപനിഷത്ത് കേൾക്കുക. അതേ കണക്ക് തന്നെ എല്ലാ വ്യാഴാഴ്ചയും നിങ്ങൾക്ക് അഷ്ടപതിയുടെ ക്ലാസ്സാണ്. എല്ലാ വെള്ളിയാഴ്ചയും മോക്ഷം കിട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ധർമ്മപദത്തിൻ്റെ ക്ലാസ്സാണ്. പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്. പിന്നെ അത് ഞാൻ ഇട്ടിട്ടുണ്ട്. അതല്ല, എൻ്റെ അടുത്ത് ചേർന്ന് പഠിക്കണമെന്നുള്ളവർ, ഞാൻ കൊല്ലത്താണ്. എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ ഇംഗ്ലീഷ് സംസാരിക്കും, ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു കൊടുക്കുമെന്നാണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ചേർന്ന് പഠിക്കാവുന്നതാണ്. എനിക്ക് കാസർഗോഡ്, കണ്ണൂരിൽ നിന്നൊക്കെ ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം വരുന്നുണ്ട്. അവർക്കൊക്കെ താമസ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ ജ്യോതിഷം, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം എല്ലാം പ്രത്യേകം ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട് 9645333999. അതിലേക്ക് വിളിച്ചാൽ മതി. അതേ കണക്ക് നിങ്ങൾ പ്ലേലിസ്റ്റിനകത്തുനിന്ന് അഷ്ടാവക്ര ഗീത മറക്കരുത്. അഷ്ടാവക്ര ഗീത കേൾക്കണം. അത് കേട്ടില്ലെങ്കിൽ ഒരു മഹാനഷ്ടമാണ്. പിന്നെ പ്ലേലിസ്റ്റ് എടുത്താൽ ഹിന്ദുക്കൾ അറിയേണ്ടവ എന്ന ഹെഡിങ് ഉണ്ട്. അതേ കണക്ക് തന്നെ ബുദ്ധൻ, കൃഷ്ണന്റെ അവതാരമായ ബുദ്ധന്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതകഥ കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷോർട്സ് വീഡിയോ എന്നൊരു ഹെഡിങ് ഉണ്ട്. അതിനകത്തുനിന്ന് നിങ്ങൾക്ക് അറിവിൻ്റെ ഒരു കേന്ദ്രം തന്നെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ നിങ്ങൾ ഓർമ്മിക്കുക, നമ്മുടെ രാധികാ കവചൻ 2 ഉണ്ട്. അത് 2ഉം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ
ബർസാനെ വാലി രാധാ റാണി കി ജയ്. എൻ്റെ മാതാവ് രാധാ റാണി കി ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മാക്കി ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മാക്കി ജയ്. എന്നെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മാക്കി ജയ്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാധികാ കവചം 2 ഉണ്ട്. അത് കേട്ടിട്ട് അത് ചൊല്ലിയിട്ട് രാധാ സഹസ്രനാമം ചൊല്ലാവൂ. രാധാ സഹസ്രനാമം വരികൾ ഉൾപ്പെടെയും ഇല്ലാതെയും ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ പ്ലേലിസ്റ്റ് എടുത്താൽ കിട്ടുന്നതാണ്. നമ്മുടെ കൃഷ്ണപ്രിയയാണ് ഇതൊക്കെ നമുക്കായിട്ട് പാടി തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ രാധയുടെ പ്രണയത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമുക്ക് ഒരുപാട് പേര് എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ റുമാനിയയിലെ ലക്ഷ്മി എനിക്ക് പറഞ്ഞ അഭിപ്രായം, ആ അഭിപ്രായം അത് എന്നാ പറയേണ്ടത്, അതൊരു ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് വന്ന തികച്ചും സ്വാഭാവികമായ ഒരു ഫീഡ്ബാക്കായിട്ട് എനിക്ക് തോന്നി. ഒത്തിരി പേരെന്നെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇടാത്തതിൽ മറ്റാരും പരിഭവിക്കരുത്, ഇടാൻ പോയാൽ ഒരുപാടുണ്ട്. അതിൽ നിന്ന് എനിക്ക് വന്ന ഒരു ഫീഡ്ബാക്ക് വളരെ രസകരമായി കാഷ്വല സംസാരിക്കുന്ന കണക്ക് വന്ന ഒരു ഫീഡ്ബാക്ക്. അപ്പോൾ അത് നമ്മുടെ റുമാനിയയിലെ ലക്ഷ്മി പ്രിയയാണ്. ആ ലക്ഷ്മി പറയുന്നത് കേട്ടോളൂ. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, രാധയുടെ പ്രണയം തുടങ്ങാം. രാധേ രാധേ സാർ. സാർ പിന്നെ സാർ സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ സാർ വീഡിയോകളെല്ലാം കാണുന്നുണ്ട്. ഓരോന്നായിട്ട് അഭിപ്രായം പറയാനായിട്ട് അഭിപ്രായം അയച്ച് സാറിനെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വെച്ചാണ് അങ്ങനെ അഭിപ്രായം അയക്കാതെ. എന്നിരുന്നാലും ഇന്നത്തെ വീഡിയോ ഇതുവരെ കണ്ടില്ല. അത് കുറച്ച് സമയമെടുത്ത് കേൾക്കേണ്ടതായതുകൊണ്ട് പെൻഡിങ്ങിൽ വെച്ചിരിക്കുവാണ്. പിന്നെ രാധയുടെ പ്രണയം കഴിഞ്ഞതും ചൊവ്വാഴ്ചത്തെ ചിരിച്ച് വയ്യാതായി സാർ. കാരണം ആ ഗോപികമാരോട് കൃഷ്ണൻ പറയില്ലേ പൊയ്ക്കോളുടെ അവിടുന്ന് എന്നൊക്കെ പറഞ്ഞത്, അയ്യോ സാർ എന്ത് ഗംഭീരമായിട്ടാണെന്നോ സാർ അത് അവതരിപ്പിച്ചിരിക്കുന്നേ. എന്നിട്ട് സാറോട് ചോദ്യം ചോദിക്കില്ല, അല്ല നിങ്ങളുടെ ഒരു രാജ്ഞി ഉണ്ടായിരുന്നല്ലോ, എവിടെ രാധയല്ലേ? അയ്യോ സാറേ എങ്ങനെയാണ് സാർ ഇതെല്ലാം പറയാൻ പറ്റുന്നത്? ഗംഭീരമായി. ഞാൻ 2 വട്ടം കണ്ടു. അത് ആ നാണയങ്ങൾ കുഴിച്ചിടുന്നതും ഇന്ന് കല്ലും മണ്ണും ഒക്കെ വരുന്നതും മുള്ളു വരുന്നതും പിന്നെ ലളിത സഖിയുടെ ഭാവവും വിശാഖ സഖിയുടെ ദയനീയ ഭാവവും രാധാറാണിയുടെ ആ ഒരു ഇതും അതെല്ലാം സാർ വളരെ ഗംഭീരമായിട്ട് തന്നെ അവതരിപ്പിച്ചു. വാക്കുകളില്ല പറയാനായിട്ട്. പിന്നെ ഓരോ വീഡിയോ കഴിയുമ്പോഴും സാറിനെ ഇങ്ങനെ സാറിനോട് അഭിപ്രായം പറയുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന ഒരു ഇത് സാറിനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വെച്ചാണ് കണ്ടോ. കാരണം സാർ അത്രയ്ക്ക് തിരക്കല്ലേ. അപ്പോൾ നമ്മുടെ ലക്ഷ്മിയുടെ അഭിപ്രായം നിങ്ങൾ കേട്ടല്ലോ. ലക്ഷ്മി പ്രിയ എന്നല്ല, ലക്ഷ്മി, ഞാൻ അറിയാതെ തെറ്റിപ്പോയതാണ്. റുമാനിയയിൽ നിന്നുള്ള ലക്ഷ്മി. അപ്പോൾ ലക്ഷ്മിയുടെ അഭിപ്രായം നിങ്ങൾ കേട്ടല്ലോ. ഇനി നമുക്ക് രാധയുടെ പ്രണയത്തിലേക്ക് വരാം. അതിനു മുമ്പ് കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായെന്നൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. നിശ്ചയമായിട്ടും അത് കാണണേ. പിന്നെ രാധാജിയെക്കുറിച്ചും മറ്റും കൂടുതൽ വിവരങ്ങൾ എൻ്റെ ഷോർട്ട് വീഡിയോസിനകത്തുനിന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ കഴിഞ്ഞെടുത്ത രാധാജിയുടെ കഥ നമ്മൾ നിർത്തിയത് എവിടാണെന്ന് ഓർമ്മയില്ലേ? ഒരു ഗോപദേവത, അതിസുന്ദരിയായ ഗോപദേവത രാധാറാണിയെ കാണാൻ വന്നു. രാധാറാണി ഓടിച്ചെന്ന് ആ ഗോപദേവതയെ ആലിംഗനം ചെയ്തു. വളരെ പെട്ടെന്ന് അവർ അതീവ സുഹൃത്തുക്കളായിട്ട് അങ്ങ് മാറുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ ഓരോരോ ലീലകളിൽ ഏർപ്പെട്ടു. അപ്പോൾ ആ ലീലകൾ പലതും കൃഷ്ണൻ അറിയാവുന്ന കളികളാണല്ലോ എന്ന് രാധ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ വസതിയുടെ അടുക്കലാണ് ആരെന്ന് പറയുന്നത്, ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത്. അങ്ങനെ അവർ നിരവധി കാര്യങ്ങൾ പറഞ്ഞു. ഒടുവിൽ ഗോപദേവത പറഞ്ഞു, എനിക്ക് പോകണം, കാരണം എന്നെ വീട്ടിൽ തിരക്കും. പക്ഷെ രാധാറാണിക്ക് വിടാൻ മനസ്സില്ല. അവസാനം ആ ഗോപദേവത പറഞ്ഞു, ഞാൻ എൻ്റെ ഗോക്കളെ കൊണ്ട് സത്യം ചെയ്യുന്നു, ഞാൻ തിരിച്ചു വന്നിരിക്കും, നാളെ നേരം പുലരുമ്പോൾ ഞാൻ വന്നിരിക്കും. അങ്ങനെ ഗോപദേവത നടന്നു പോകുന്നത് വളരെ വിഷമത്തോടു കൂടി രാധാറാണി നോക്കി നിന്നു. ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത്. ഇനി അതിൻ്റെ ബാക്കി
നേരമിങ്ങനെ പുലർന്നു വരുന്നതേ ഉള്ളൂ. രാധാറാണി അതിനേക്കാൾ മുമ്പേ എഴുന്നേറ്റു. രാധാറാണിയുടെ മനസ്സ് നിറയെ ആ ഗോപദേവതയാണ്. ആ ഗോപദേവത വരുമോ, വാക്കു പാലിക്കുമോ? ഗോക്കളെ തൊട്ട് സത്യം ചെയ്തതാണ്, അപ്പൊ വരാതിരിക്കില്ല. എങ്കിലും വരാതിരുന്നാലോ? എന്തുകൊണ്ടാണ് തൻ്റെ മനസ്സ് ഇങ്ങനെ തുടിക്കുന്നതെന്ന് രാധാജിക്ക് പോലും അറിയുന്നില്ല. അങ്ങനെ രാധാജി അവിടെ വന്ന് പൂമുഖത്തിരുന്നു. അപ്പോൾ കാണാം, അതേ രാധാജിയുടെ വീടിൻ്റെ നമ്മുടെ ഭാഷ പറഞ്ഞ ഗേറ്റ് അത് കടന്ന് അതാ വരികയാണ് ആ ഗോപദേവത. ഗോപദേവത വന്ന് പൂമുഖത്തേക്ക് കയറി. രാധാജിക്ക് ഭയങ്കര സന്തോഷമായി. രാധാറാണി ഓടിച്ചെന്നാരെ കെട്ടിയങ്ങ് പിടിച്ചു. ഗോപദേവതയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നു എന്നറിയാമോ? അപ്പൊ ഗോപദേവത പറഞ്ഞു, നേരം പുലർന്നു വരുന്നതേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു, നേരം പുലർന്നു വരുന്നതേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു എന്നെ പറ്റിച്ചിട്ട് പോകുമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഗോപദേവത പറഞ്ഞു, ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ പറഞ്ഞതായിരിക്കും, ഒരിക്കലും നിന്നെ ഞാൻ പറ്റിക്കുകയില്ല, ഞാൻ വരുമെന്ന് പറഞ്ഞില്ലേ രാധേ? അപ്പൊ രാധാറാണിക്ക് സന്തോഷമായി. രാധാറാണി ഗോപദേവതയും വിളിച്ചുകൊണ്ട് തൻ്റെ മുറിയിലേക്ക് പോയിട്ട് രാധാറാണി പറഞ്ഞു, നോക്കൂ ഗോപദേവതയെ, ഞാൻ ഇന്നലെ ഉറങ്ങിയില്ല. എനിക്ക് തോന്നി രാത്രിക്ക് ദൈർഘ്യം കൂടുതലാണ് എന്ന് തോന്നി. ഇത് എന്തുകൊണ്ട് പകലാകുന്നില്ല? നോക്കൂ ഗോപദേവതേ, അര ദിവസത്തെ പരിചയമേ ഉള്ളൂ നമ്മൾ തമ്മിൽ. എന്നിട്ടും എനിക്ക് ഭവതിയോടുള്ള സ്നേഹം ഓരോ നിമിഷം കഴിയും തോറും കൂടി വരികയാണ്. ഒരു പക്ഷേ അത് കഴിഞ്ഞ ജന്മത്തേതാകാം. കഴിഞ്ഞ ജന്മത്ത് നമ്മൾ അത്രയ്ക്ക് നല്ല സുഹൃത്തുക്കളോ, അത്രയ്ക്ക് സൗഹൃദമുള്ളവരോ, അത്രയ്ക്ക് സ്നേഹം പങ്കിട്ടവരോ ആകാം. പക്ഷേ രാധാറാണി നോക്കിയപ്പോൾ ഗോപദേവതയുടെ മുഖത്തൊരു വലിയ സന്തോഷമൊന്നും കണ്ടില്ല. ഇതൊക്കെ പറഞ്ഞത് കേൾക്കുമ്പോൾ സാധാരണ ഒരു സന്തോഷമൊക്കെ വരേണ്ടതാണല്ലോ. രാധാറാണി പതുക്കെ വന്ന് ഗോപദേവതയുടെ താടിക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ചോദിച്ചു, അല്ല എന്തു പറ്റി ഗോപദേവതേ? നിന്റെ മുഖം വല്ലാതെ വാടിയിരിക്കുന്നല്ലോ, നിനക്ക് ഭയങ്കരമായ ദുഃഖമുള്ളതുപോലെ തോന്നുന്നല്ലോ, എന്താ സംഭവിച്ചത്? എന്നോട് തുറന്നു പറയൂ. ഒരാളോട് തുറന്നു പറയുമ്പോൾ അവരുടെ ദുഃഖം കുറേ കൂടെ കുറഞ്ഞു കിട്ടും. എന്തേ നിന്റെ മുഖം മാടിയത്? നിന്റെ ഭർത്താവ് നിന്നെ വഴക്ക് പറഞ്ഞോ? അതോ ഭർത്താവിൻ്റെ അമ്മ നിന്നെ വഴക്ക് പറഞ്ഞോ? അതോ മറ്റു പത്നിമാർ നിന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് നിന്റെ ഭർത്താവ് നിന്നോട് ഇഷ്ടക്കേട് വല്ലതും കാട്ടിയോ? അത്രയും ആയപ്പോഴേക്കും ഗോപദേവത പൊട്ടിക്കരഞ്ഞു. രാധാറാണി അങ്ങ് വല്ലാതായിപ്പോയി. ഭയങ്കരമായിട്ട് ഗോപദേവത കരഞ്ഞു. അപ്പോൾ രാധാറാണി ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, കരയാതെ ഗോപദേവതേ, എന്തിനും ഒരു പരിഹാരമുണ്ടല്ലോ, എന്താ കാര്യം നീ പറ. അപ്പോൾ ഗോപദേവത പറഞ്ഞു, രാധ പറഞ്ഞതൊന്നുമല്ല കാര്യം. അപ്പോൾ രാധാറാണി ചോദിച്ചു, പിന്നെന്താണ് കാര്യം? ഞാൻ പറയാൻ രാധേ, അല്ലെങ്കിൽ എൻ്റെ ഹൃദയം നുറുങ്ങിപ്പോകും രാധേ. ഞാനത് നിന്നോട് പറയാം. രാധേ, നിനക്കറിയാമോ, ഞാൻ ബൃഹത്സാനു പർവ്വതത്തിൻ്റെ അടിവാരത്ത് തൈര് വിൽക്കാനായിട്ട് പോയി. അങ്ങനെ തൈര് വിൽക്കാൻ പോയപ്പോൾ ഇടവഴിയിൽ വെച്ച് എന്നെ ഒരാള് തടഞ്ഞു നിർത്തി രാധേ. അത് വേറെ ആരുമല്ല രാധേ, ആ കണ്ണനാണ് തടഞ്ഞു നിർത്തിയത്. അപ്പൊ എനിക്ക് വല്ലാത്ത ലജ്ജ വന്നു. ഞാൻ എൻ്റെ തല കുനിച്ചു. എനിക്ക് നാണം കൊണ്ട് ശരിക്കും തല നിവർത്തി അവനെ നോക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. അപ്പോൾ എന്തു പറ്റിയെന്നറിയാമോ രാധേ? പെട്ടെന്ന് ഇവൻ എൻ്റെ കൈ കയറി അങ്ങ് പിടിച്ചപ്പോൾ ഞാനൊന്ന് അമ്പരന്ന് നോക്കി. അപ്പോൾ അവൻ പറയുകയാണ്, തൈരിന് ചുങ്കം തരണമെന്ന്. അപ്പോൾ രാധാറാണി ചോദിച്ചു, ചുങ്കവോ? അതേ രാധേ, അവൻ പറയുകയാണ് തൈരിന് ചുങ്കം തരണം, ഇല്ലെങ്കിൽ ഇതുവഴി പോകാൻ അനുവദിക്കില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, തൈരിന് ചുങ്കമോ? ഇത് കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു കാര്യമാണ്.
അതുകൊണ്ട് ചുങ്കം തരാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അപ്പൊ രാധാറാണിക്ക് ഓർമ്മ വന്നു, പണ്ട് തന്നെയും ഇതുപോലെ കൃഷ്ണൻ വഴിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, തടഞ്ഞു നിർത്തിയിട്ട് ചുങ്കം ചോദിച്ചിട്ടുണ്ട്, തൻ്റെ സഖിമാരുമായി വഴക്കുവിട്ടിട്ടുണ്ട് ഈ കൃഷ്ണൻ. അപ്പോൾ ഇതുപോലെ ഈ ഗോപദേവതയും അവൻ തടഞ്ഞു നിർത്തിയോ? അപ്പോൾ ഗോപദേവത പറഞ്ഞു, നോക്കൂ രാധേ, ഞാൻ ഒരു കാരണവശാലും കൃഷ്ണ നിനക്ക് ചുങ്കം വരുത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ക്രൂരൻ എന്ത് ചെയ്തു എന്നറിയാമോ? അവൻ്റെ കാലി മേയ്ക്കുന്ന കോലെടുത്തിട്ട് എൻ്റെ കുടത്തിൻ്റെ നടുക്കൊരൊറ്റ കുത്ത്, അവിടെ ഒരു ചെറിയ ദ്വാരമായി, അതിലൂടെ തൈര് പുറത്തേക്ക് ഒഴുകാൻ പോയി, ഒഴുകിത്തുടങ്ങി. ഞാൻ ഞെട്ടിപ്പോയിരാതെ ഞാൻ പെട്ടെന്ന് കുടമെടുത്തങ്ങ് താഴെ വെച്ചിട്ട് ആ ദ്വാരം അടയ്ക്കാനായിട്ട് കൈ അങ്ങോട്ട് വെച്ചപ്പോൾ അവൻ ആ കാലിക്കോലി വെച്ച് ആ കലം മൊത്തം അവൻ അടിച്ചു ഉടച്ചു കളഞ്ഞു. എന്നിട്ട് ആ കലത്തിൻ്റെ മുറിഞ്ഞ കഷണത്തിൽ പറ്റിയിരുന്ന തൈരുണ്ടല്ലോ, അതവൻ നക്കി കുടിക്കുന്ന ഒരാർത്തി ഒന്ന് കാണണം. എന്നിട്ട് ഗോപദേവത ഒന്ന് നിർത്തിയിട്ട് രാധാറാണിയുടെ മുഖത്തോട്ട് നോക്കിയിട്ട് പറഞ്ഞു, രാധേ, ഇത്രയുമായിരുന്നെങ്കിൽ ഞാൻ സഹിച്ചേനായിരുന്നു. പക്ഷേ അപ്പോൾ രാധാറാണി ചോദിച്ചു, അതെന്താണ് ഇനി, ഇതിൽ കൂടുതൽ എന്താണ് വന്നിരിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, നോക്കൂ രാധേ, ഞാൻ ഇത്രയുമായിരുന്നെങ്കിൽ ഞാൻ സഹിച്ചേനായിരുന്നു. പക്ഷേ രാധേ, ഞാൻ അവനോട് പരിഭവം പറഞ്ഞു. ഞാൻ അവനോട് പറഞ്ഞു, കൃഷ്ണ, ഈ തൈര് കുടം നീ അടിച്ചുടച്ചത് ഒട്ടും ശരിയായില്ല. അപ്പൊ അവൻ പറയുകയാണ്, ഓഹോ, തൈര് കുടം അടിച്ചുടച്ചത് ശരിയല്ല. ഞാൻ പറഞ്ഞു ശരിയല്ല. അപ്പൊ കൃഷ്ണൻ ചോദിച്ചു, അപ്പോൾ അത് തെറ്റാണ്? അപ്പൊ ഞാൻ പറഞ്ഞു തെറ്റാണ്. അപ്പൊ കൃഷ്ണൻ പറയുകയാണേ, ഒരു തെറ്റ് ചെയ്താൽ പിന്നെ നമുക്ക് എത്ര തെറ്റ് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ഗോപദേവതേ, ഞാനിതാ തെറ്റ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് രാധേ അവൻ എൻ്റെ ഉത്തരീയത്തിൽ പിടിച്ചു വലിച്ചു. എന്നിട്ടവൻ മുന്നോട്ട് നടന്നു. എൻ്റെ ഉത്തരീയം അഴിഞ്ഞു തുടങ്ങി. അപ്പോൾ അവൻ തിരിഞ്ഞു നിന്നിട്ട് പറയുകയാണ്, നിന്റെ ഉത്തരീയം മുഴുവൻ അഴിഞ്ഞു പോകാതിരിക്കണമെങ്കിൽ എൻ്റെ പുറവിന് വന്നു, ഇല്ലെങ്കിൽ ഞാനിത് പിടിച്ചുകൊണ്ടങ്ങ് നടക്കും. നിന്റെ ഈ വസ്ത്രം മുഴുവനും ഒടുവിൽ എൻ്റെ കയ്യിലിരിക്കും. എന്തു ചെയ്യും രാധേ? ഞാൻ എങ്ങോട്ടേക്ക് പോകും? എൻ്റെ വസ്ത്രം മുഴുവനും അവൻ ഉരിഞ്ഞെടുത്താലോ? അത് പേടിച്ചിട്ട് രാധേ ഞാൻ അവൻ്റെ പിന്നാലെ ചെന്നു. അങ്ങനെ അവൻ നടന്ന് എന്നെ പർവ്വതത്തിൻ്റെ അടിവാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ടേ രാധേ അവൻ ഒരു ലതാ നികുഞ്ചത്തിലേക്ക് കൊണ്ടുപോയി. രാധ പറഞ്ഞു, ലതാ നികുഞ്ചത്തിലോ? ഏത് ലതാ നികുഞ്ചം? എനിക്ക് പേരറിയില്ല. അവിടെ ഒരുപാട് ലതാ നികുഞ്ചമുണ്ട്. എന്നെ അവിടേക്ക് കൊണ്ടുപോയി. അവൻ എന്നിട്ട് എന്നെ കടന്നു പിടിച്ചു. എനിക്ക് എതിർക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ സമർത്ഥനാണ്, അവൻ അതീവ സമർത്ഥനാണ് രാധേ. അവൻ എൻ്റെ മുഖം കോരിയെടുത്ത് എൻ്റെ നെറ്റിയിലും കണ്ണുകളിലും ചുംബിച്ചു. അവൻ്റെ ചുണ്ടുകൾ പതിഞ്ഞപ്പോൾ ഞാൻ ഏതോ ഒരു മാസ്മരികമായ ലോകത്തിലേക്ക് പോകുന്നത് പോലെ തോന്നി രാധേ. ഒരു നിമിഷം ഞാൻ എന്നെ തന്നെ മറന്നു. ഞാൻ അവനിൽ പടർന്നു കയറി രാധേ. ഞാൻ അവനിൽ പടർന്നു കയറി. ഞാനും അവനും ഒന്നായി രാധേ. ഞാനും അവനും ഒന്നായി. ഒടുവിൽ അവൻ്റെ നെഞ്ചിൽ ഞാൻ തളർന്നു കിടന്നു. എന്നിട്ടും അവൻ എന്നെ മുറുകെ പിടിച്ചു, പോകാൻ അനുവദിക്കാതെ അങ്ങനെ തന്നെ കിടന്നു. പക്ഷേ രാധേ, അതൊരു അസാധാരണമായ അനുഭവമാണ്. രതികലയിൽ അവനെ തോൽപ്പിക്കാൻ വേറെ ആർക്കും കഴിയില്ല. ഒരു നിമിഷത്തേക്ക് ഞാൻ വഴങ്ങിപ്പോയി രാധേ. പക്ഷേ ഞാൻ പറയുന്നു, അവൻ ദുഷ്ടൻ തന്നെയാണ് രാധേ, ദുഷ്ടനാ രാധേ. അവനെ നിനക്കിപ്പോൾ എന്നോട് ദേഷ്യമായിരിക്കും രാധേ, അതെനിക്ക് നന്നായിട്ട് എനിക്കറിയാം. കാരണം നീയും കൃഷ്ണനും തമ്മിലുള്ള ബന്ധം എനിക്ക് നല്ലതുപോലെ അറിയാം. ഞാൻ അത് നിന്നോട് പറയാനാണ് ഇന്നലെ വന്നത്. പക്ഷെ നിന്റെ സന്തോഷമൊക്കെ കണ്ടപ്പോൾ അത് പറയാൻ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. പക്ഷെ നിന്നോട് പറയാതിരിക്കാനും വയ്യ രാധേ. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ഈ കൃഷ്ണനെ പണ്ടും ഇഷ്ടമല്ല, ഇപ്പോഴും ഇഷ്ടമല്ല, അത് സത്യമാണ്. പക്ഷെ അവനെൻ്റെ ശരീരത്ത് തൊട്ടപ്പോൾ, അവൻ്റെ ചുണ്ടുകൾ എൻ്റെ നെറ്റിയിൽ പതിഞ്ഞപ്പോൾ, അവൻ്റെ ചുണ്ടുകൾ എൻ്റെ ചുണ്ടുകളിൽ തൊട്ടപ്പോൾ ഞാൻ അറിയാതെ
അറിയാതെ അവനങ്ങ് വഴങ്ങിപ്പോയി രാധേ. എനിക്കത് അറിയില്ല എങ്ങനെ സംഭവിച്ചെന്ന്. എനിക്കവന് പണ്ടേ ഇഷ്ടമല്ല. അവൻ ശ്രദ്ധിച്ചു കേട്ടോ രാധേ, അവൻ ഗോപാലനായിട്ടാണ് ജനിച്ചത്. അങ്ങനെ ഗോകുലത്തിലാണ് അവൻ്റെ ജനനമെങ്കിലും രാധേ ഗോകുല നിവാസികളുടെ നിറമല്ല അവന്. അവൻ കറുപ്പാണ്. അവൻ കറാന്ന് കറുത്തിരിക്കുകയാണ്. അവൻ വിരൂപനാണ്. അവനെ കാണാൻ കൊള്ളത്തില്ല. അവന് നല്ല കുലമേതാണ് അവൻ്റെ? അവന് നല്ല കുലവുമില്ല, അവന് ധനവുമില്ല, ഒന്നുമില്ല. വെറും കറുമ്പനാണ് ഈ കൃഷ്ണൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരുത്തനാണ് എന്നെ കയറി തൊട്ടത്. എനിക്കവനെ പണ്ടും ഇഷ്ടമല്ല രാധേ, ഇപ്പോഴും ഇഷ്ടമല്ല രാധേ. പക്ഷെ ഒരു നിമിഷം ആ ദുഷ്ടൻ എന്നെ ചതിയിൽപ്പെടുത്തുകയായിരുന്നു രാധേ, എന്നെ ചതിയിൽപ്പെടുത്തുകയായിരുന്നു. പക്ഷെ എൻ്റെ കയ്യിലും ഒരു കുഴപ്പമുണ്ട്, എനിക്ക് എതിർക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അറിയാതെ അവന് വഴങ്ങിപ്പോയി. എന്നോട് ക്ഷമിക്കണേ രാധേ, എന്നോട് ക്ഷമിക്കണേ രാധേ. ഞാൻ ഒരു കാര്യം നിന്നോട് അപേക്ഷിക്കാനാണ് വന്നത് രാധേ. രാധേ, ഗോപദേവത അടക്കി പിടിച്ച ശബ്ദത്തിൽ പറഞ്ഞു, രാധേ, അവൻ ഇങ്ങനെ ആരെയൊക്കെ നശിപ്പിച്ചിട്ടുണ്ടെന്ന് ആർക്കറിയാം. ഞാൻ നിന്റെ നന്മയ്ക്ക് വേണ്ടി പറയുക രാധേ, ഈ ബന്ധം വേണ്ട, അവനുമായിട്ടുള്ള ബന്ധം വേണ്ട രാധേ. നിന്റെ വിഷമം എനിക്ക് മനസ്സിലാകും, കാരണം നീ അവനെ അത്ര കണ്ട് സ്നേഹിച്ചു. പക്ഷേ രാധേ, എനിക്ക് നിന്റെ നന്മയാണ് ലക്ഷ്യം. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞേനായിരുന്നു രാധേ, പക്ഷെ ഇന്ന് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ തമ്മിൽ അത്രയ്ക്ക് ഭയങ്കര സഖിമാരായി മാറി. നോക്കൂ രാധേ, നിനക്ക് ആപത്ത് വരാതെ രക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണ്. അതുപോലെ എനിക്ക് ആപത്ത് വരാതെ രക്ഷിക്കേണ്ടത് നിന്റെയും കടമയാണ്. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയുന്നത്. രാധേ, നീ ഇതൊന്ന് നോക്കൂ. എൻ്റെ ചുണ്ടുകളിലെ മുറിവ് കണ്ടോ നീ? ദേ നോക്കൂ, ഇത് അവൻ കടിച്ചതാണ്. അവൻ കടിച്ച മുറിവാണ്. അത് ഉണങ്ങിയിട്ടില്ല. എൻ്റെ ദേഹത്തൊരു പുരുഷൻ തൊട്ടിട്ടില്ല. ഒരു പുരുഷൻ്റെയും നഖത്തിൻ്റെ പാടുകൾ പതിഞ്ഞിട്ടില്ല രാധേ. പക്ഷേ നീ എൻ്റെ കവിൾത്തടം നോക്കേ രാധേ, അവൻ നഖങ്ങൾ കൊണ്ട് കാമചിത്രം വരച്ചിരിക്കുകയാണ്. ഇത് മുഴുവനും അവൻ്റെ നഖങ്ങൾ കൊണ്ടുള്ള പാടുകളാണ് രാധേ. ഇത് നിനക്ക് എന്നിട്ടും നിനക്ക് മനസ്സിലാകുന്നില്ലേ രാധേ? രാധേ, ഇന്നലെ എൻ്റെ മാറിടങ്ങളിൽ അവൻ കാട്ടിയ കുസൃതികൾ രാധേ, എനിക്ക് ആ സമയത്ത് ഞാൻ ആനന്ദം കൊണ്ട് മതിമറന്നു. പക്ഷെ പിന്നീട് ഞാൻ ആലോചിക്കുമ്പോൾ, എൻ്റെ സ്ഥലങ്ങളിൽ അവൻ കാണിച്ചതൊക്കെ ആലോചിക്കുമ്പോൾ, രാധേ വേണ്ട, നമുക്ക് ഈ ബന്ധം വേണ്ട. വഴിവക്കിൽ വെച്ച് സ്ത്രീകളെ തടഞ്ഞു നിർത്തി ബലാത്കാരേണ കൊണ്ടുപോയി അവളുടെ മാനം കവർന്നെടുക്കുന്ന ഒരാളുമായിട്ടുള്ള ബന്ധം രാധേ നിനക്ക് വേണ്ട രാധേ. അത് പറയാനാണ് രാധേ ഞാൻ നിന്റെ അടുക്കൽ വന്നത്. കാരണം നീ എനിക്കിപ്പോൾ അത്രമേൽ പ്രിയപ്പെട്ടതാണ്. ഇതൊക്കെ കേട്ട് രാധാറാണി ഇങ്ങനെ അമ്പരന്ന് നിൽക്കുകയാണ്. രാധാറാണിയുടെ മുഖത്തെ ഭാവഭേദങ്ങൾ പറയാൻ പറ്റില്ല. രാധാറാണി വല്ലാതെ വിസ്മയിച്ചു പോയി. ഒരു നിമിഷം രാധാറാണി ധൈര്യം സംഭരിച്ചു. എന്നിട്ട് രാധാറാണി പറഞ്ഞു, ഗോപദേവതേ, നീ ഇതെന്താ പറയുന്നത്? നീ ഇത് ആരെക്കുറിച്ചാ പറയുന്നത്? കണ്ണനെ കുറിച്ചാണ് നീ പറയുന്നത്? നിനക്ക് കണ്ണൻ ആരാണെന്ന് നിനക്കറിയാമോ രാധേ? ഈ ബ്രഹ്മാണ്ടങ്ങളുടെ അണ്ടകടാകങ്ങളുടെ മുഴുവൻ അധിപനാണ് ഈ കേശവൻ എന്ന് പറയുന്നത്. രാധേ, കണ്ണൻ ഒരു സാധാരണ മനുഷ്യനാണെന്നാണ് നീ കരുതുന്നത്. നോക്കൂ ഗോപദേവതയെ, അവനൊരു സാധാരണ മനുഷ്യനല്ല. അവൻ നാരായണനാണ്. അവൻ നന്മ സ്ഥാപിക്കാൻ വേണ്ടി വന്നവനാണ്. നന്മയുടെ മൂർത്തിമത്ത് രൂപമാണ്. ധർമ്മ സംസ്ഥാപനമാണ് അവൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. പിന്നെ നീ നോക്കൂ, അവനെ ഗോപാലവംശത്തിൽ ജനിച്ചു, അതുകൊണ്ട് എനിക്ക് അവനെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. ഇതെന്താണ് ഗോപദേവതേ? ഗോപാലവംശം അത്രയ്ക്ക് മോശമാണെന്നാണോ നീ പറയുന്നത്? ഗോപാലവംശമാണ് ഏറ്റവും നല്ല വംശമെന്ന് നീ മനസ്സിലാക്കണം. പിന്നെ നീ കണ്ണനെ കറുമ്പാന്നൊക്കെ വിളിക്കുന്നത് കേട്ടു. നിനക്ക് എങ്ങനെയാണ് ഇത് പറയാനായിട്ട് മനസ്സ് വരുന്നത്? നീ അവനെ ചൊവ്വേ നേരെ കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ അവനെ കണ്ടിട്ടുണ്ട്. പെയ്യാൻ വിതുമ്പി നിൽക്കുന്ന മേഘത്തിൻ്റെ നിറമാണവന്. മേഘവർണം മോശമാണെന്നാണോ നീ പറയുന്നത്? എന്തോ നീ പറയുന്നത്? ഈ ലോകത്തിലെ
സകല മഹർഷിമാരും അവൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുകയാണ്. അവനാണ് ഈ ഭൂഗോളത്തെ നിയന്ത്രിക്കുന്നത്, ഈ നക്ഷത്രത്തെ നിയന്ത്രിക്കുന്നത്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് അവൻ, അല്ലാതെ എനിക്ക് മാത്രം അവകാശപ്പെട്ടതല്ല. എനിക്കും നിനക്കും കണ്ണനിൽ തുല്യ അവകാശമാണ്. ഈ പ്രപഞ്ചത്തിലെ ഏതൊരു സ്ത്രീക്കും കണ്ണനിൽ തുല്യ അവകാശമാണ്. എനിക്കും ഈ പ്രപഞ്ചത്തിലെ സകല സ്ത്രീജനങ്ങൾക്കും അവനിൽ ഒരേ അവകാശമാണ്. കണ്ണനെ എനിക്ക് മാത്രം വേണം എന്ന് ഞാൻ പറയുന്നത് സ്വാർത്ഥതയാണ്. ഞാൻ അവനെ പ്രണയിക്കുന്നു, അതിഭയങ്കരമായി ഞാൻ അവനെ പ്രണയിക്കുന്നു. എനിക്കൊരു സന്തോഷമുണ്ട്, നിന്നേക്കാൾ മുന്നേ അവൻ്റെ നെഞ്ചിൽ പടർന്നു കയറാൻ അവൻ എനിക്ക് അവസരം തന്നല്ലോ. ഈ പ്രപഞ്ചത്തിലെ ആർക്കും അവൻ്റെ നെഞ്ചിൽ പടർന്നു കയറാം, ഏത് സ്ത്രീക്കും പടർന്നു കയറാം. പക്ഷെ അവരെക്കാൾ മുമ്പേ എനിക്കവൻ അനുമതി തന്നല്ലോ. അത് മതി ഗോപദേവതേ, അവൻ നിന്നെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ നീ ഭാഗ്യവതിയാണ്. ഗോപദേവതേ, നീ ഒന്ന് മാത്രം മനസ്സിലാക്കുക, കണ്ണൻ എത്ര പേരെ സ്നേഹിക്കുന്നു എന്നത് രാധയുടെ ഒരു വിഷയമേ അല്ല. എനിക്ക് അവനെ ഇഷ്ടമാണ്, ഞാൻ അവനെ സ്നേഹിക്കുന്നു. കണ്ണൻ എന്നെ സ്നേഹിച്ചില്ലെങ്കിലും ഞാൻ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. കണ്ണൻ ഈ പ്രപഞ്ചത്തിലെ സകല സ്ത്രീകളുമായി രതിലീലയാടിയാലും ഞാൻ അവനെ പ്രണയിച്ചുകൊണ്ടേയിരിക്കും. കണ്ണൻ എന്നെ വിവാഹം കഴിച്ചില്ലെങ്കിലും ഞാൻ അവനെ പ്രണയിച്ചുകൊണ്ടേയിരിക്കും. കണ്ണൻ എന്നെ ഉപേക്ഷിച്ചു പോയാലും ഞാൻ അവനെ പ്രണയിച്ചുകൊണ്ടേയിരിക്കും. അവൻ എന്നെ ഉപേക്ഷിച്ചിട്ട് എത്ര പേരെ വിവാഹം ചെയ്താലും ഞാൻ അവനെ പ്രണയിച്ചുകൊണ്ടേയിരിക്കും. രാധയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊരു തുള്ളി അടർന്നു വീണു. അപ്പോൾ ഗോപദേവത ചോദിച്ചു, രാധേ, നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ കണ്ണനോട്? അത് വാക്കുകൾക്കതീതമാണ്, അത് വിവരിക്കാൻ പറ്റില്ല. അവൻ എൻ്റെ പ്രാണനാണ്. ദേ നോക്കൂ, നീ എൻ്റെ നാസികയുടെ അറ്റത്ത് വിരൽ വയ്ക്കൂ, അതിലൂടെ ഒരു ശ്വാസം വരുന്നില്ലേ? ആ ശ്വാസം അവനാണ്. നീ എൻ്റെ നെഞ്ചത്തേക്ക് നിന്റെ ചെവികൾ ചേർക്കൂ, നിനക്ക് ഹൃദയത്തുടിപ്പ് കേൾക്കുന്നില്ലേ? അതവനാണ്. ആ ഹൃദയത്തുടിപ്പ് അവനാണ്, എൻ്റെ കണ്ണനാണ്. ഗോപദേവത പറഞ്ഞു, എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ അത്ര കണ്ട് സ്നേഹിക്കുന്നു എങ്കിൽ ഇവിടിരുന്ന് നീ അവനെ വിളിച്ചാൽ അവൻ വരണം, അവൻ വന്നിരിക്കണം. രാധ പറഞ്ഞു, ഞാൻ കണ്ണനെ അത്ര കണ്ട് സ്നേഹിക്കുന്നു, ഞാൻ ധ്യാനത്തിലിരുന്ന് വിളിച്ചാൽ കണ്ണൻ വന്നിരിക്കും. അപ്പൊ ഗോപദേവത പറഞ്ഞു, അവൻ വരില്ല. രാധ പറഞ്ഞു, വരും. ഞാനാ പറയുന്നത്. രാധ വിളിച്ചാൽ കണ്ണൻ വരും, അവൻ എവിടിരുന്നാലും വരും. ഈ ലോകത്തിൻ്റെ ഏതു കോണിലിരുന്നാലും രാധ വിളിച്ചാൽ കണ്ണൻ വരും ഗോപദേവതേ. അപ്പൊ ഗോപദേവത പറഞ്ഞു, എങ്കിൽ അതൊന്നറിയണം, എങ്കിൽ ഞാൻ നിന്നോട് പന്തയം വെക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, പന്തയമൊന്നുമല്ല എൻ്റെ വിഷയം, രാധ വിളിച്ചാൽ കണ്ണൻ വരും. ഞങ്ങളുടെ പ്രണയം അത്രമേൽ വിശുദ്ധമാണ്, ഞാൻ കാണിച്ചു തരാം. പെട്ടെന്ന് രാധാറാണി പത്മാസനത്തിലിരുന്നു കൊണ്ട് എന്തു ചെയ്തു? പറയാൻ തുടങ്ങി, കേശവ, ദാമോദര, കണ്ണ, എൻ്റെ കണ്ണനുണ്ണി, എൻ്റെ മുന്നിലേക്ക് വരൂ, രാധയുടെ മുന്നിലേക്ക് വരൂ. രാധ വിളിച്ചാൽ നീ വരില്ലേ? കണ്ണാ, കണ്ണനുണ്ണി, രാധ വിളിക്കുന്നു നിന്നെ. കൃഷ്ണ, എൻ്റെ കണ്ണനുണ്ണി. രാധ സർവ്വതും മറന്നു. ഇപ്പോൾ രാധ കൃഷ്ണനിൽ മാത്രം ലയിച്ചു നിൽക്കുകയാണ്. അറിയാതെ രാധാറാണി പറഞ്ഞു, വരില്ലേ നീ കണ്ണനുണ്ണി. അതാ കേൾക്കുന്നു മധുരമായ ഓടക്കുഴൽ നാദം.
അതാ കേൾക്കുന്നു മധുരമായ ഓടക്കുഴൽ നാദം. രാധ വീണ്ടും വിളിച്ചു, കണ്ണനുണ്ണി. അതാ അതാ ദൂരത്ത് നിന്ന് വീണ്ടും കേൾക്കുന്നു ആ ഓടക്കുഴൽ നാദം. അത് തന്നിലേക്ക് അടുത്തടുത്ത് വരുന്നത് പോലെ രാധ അനുഭവിച്ചറിയുന്നു. സർവവും മറന്ന് രാധ വിളിച്ചു, രാധയുടെ കണ്ണനുണ്ണി. രാധേ രാധേ രാധേ, കണ്ണുകൾ തുറക്കൂ രാധേ, കണ്ണുകൾ തുറക്കൂ രാധേ. രാധാറാണി മെല്ലെ 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 തൻ്റെ കണ്ണുകൾ തുറന്നപ്പോൾ തൻ്റെ മുന്നിൽ മുട്ടുകളൂന്നി തൻ്റെ മുഖം കൈകളിൽ കോരി കണ്ണൻ കണ്ണൻ കണ്ണൻ. രാധ പറഞ്ഞു, കണ്ണാ കണ്ണാ, നീ വന്നു. കണ്ണൻ പറഞ്ഞു, വരും വരും, കണ്ണൻ വരും. രാധ വിളിച്ചാൽ എവിടിരുന്നാലും കണ്ണൻ വരും. കണ്ണൻ്റെ ശരീരം നിർജീവമായിരുന്നാലും ഏത് കുഴിമാടത്തിനുള്ളിലിരുന്നാലും കണ്ണൻ വരും. രാധ വിളിച്ചാൽ കണ്ണൻ വരും. രാധയുള്ളപ്പോൾ കണ്ണന് മരണമില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നീ എൻ്റെ സർവസ്വമാണ് രാധേ. കൃഷ്ണൻ രാധയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു, തന്നോട് ചേർത്ത് നിർത്തി. കൃഷ്ണ 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 കൃഷ്ണ. കൃഷ്ണൻ രാധയെ തന്നോട് ചേർത്തിട്ട് പറഞ്ഞു, രാധേ രാധേ രാധേ, നീ ഗോപദേവതയോട് പറഞ്ഞതിൽ ഒരു കാര്യം തെറ്റിപ്പോയി രാധേ, ഒരേ ഒരു കാര്യം തെറ്റിപ്പോയി. രാധാറാണി കൃഷ്ണൻ്റെ നെഞ്ചിൽ കവിളുകളമർത്തി കൃഷ്ണനിൽ ലയിച്ചു നിന്നിട്ട് പറഞ്ഞു, പറയൂ കണ്ണ, ഞാൻ പറഞ്ഞതിൽ ഏതാണ് തെറ്റിപ്പോയത്? കൃഷ്ണൻ പറഞ്ഞു, രാധേ, നീ പറഞ്ഞില്ലേ ഈ ലോകത്തുള്ള എല്ലാ സ്ത്രീകൾക്കും എന്നിൽ തുല്യ അവകാശമാണെന്ന്, നിന്നെപ്പോലെ ആർക്ക് വേണമെങ്കിലും എന്നെ സ്പർശിക്കാമെന്ന്. അവിടെ നിനക്ക് തെറ്റിരാധേ. ഈ ലോകത്ത് രാധയ്ക്ക് മാത്രമേ കൃഷ്ണനിൽ അവകാശമുള്ളൂ. ഒരുപക്ഷെ കർമ്മം നിർവഹിക്കാൻ, ധർമ്മം സ്ഥാപിക്കാൻ കൃഷ്ണനെ നിരവധി പേര് വിവാഹം കഴിച്ചെന്നിരിക്കും. അവരൊക്കെ കൃഷ്ണന്റെ ശരീരം കൊണ്ടുപോകും. ശരീരം മാത്രം ഒരാൾക്ക് പോലും കൃഷ്ണന്റെ പ്രണയം ലഭിക്കില്ല. കൃഷ്ണന്റെ പ്രണയം ലഭിക്കാൻ ഈ ലോകത്ത് ഒരേ ഒരു സ്ത്രീ മാത്രമേ ഉള്ളൂ, രാധ മാത്രം. അവിടെ നിനക്ക് തെറ്റിപ്പോയി രാധേ. കൃഷ്ണ എൻ്റെ രാധേ, കൃഷ്ണ എൻ്റെ രാധേ. ഞാൻ നിനക്ക് വാക്ക് തരുന്നു, നീയല്ലാതെ ഒരു സ്ത്രീയും പ്രണയഭാവത്തിൽ എന്നെ കാണുന്നത് എനിക്കിഷ്ടമല്ല. നീയല്ലാതെ ഏതൊരു സ്ത്രീയാണോ എന്നെ പ്രണയഭാവത്തിൽ കാണുന്നത് നിശ്ചയമായും അവൾക്ക് ബ്രഹ്മഹത്യാപാപം ലഭിക്കും. അവളുടെ ആത്മാവ് മോക്ഷം കിട്ടാതെ 7 ജന്മമലയും രാധേ. നിനക്ക് മാത്രം അവകാശപ്പെട്ടതാണ് കൃഷ്ണൻ. കണ്ണാ രാധേ, കണ്ണാ രാധേ. കൃഷ്ണന്റെ നെഞ്ചിൽ തലചായ്ച്ചു നിന്നപ്പോൾ കൃഷ്ണന്റെ നെഞ്ചിടിപ്പ് ഓടക്കുഴൽനാഥമായി രാധയുടെ ചെവികളിലേക്ക്, അവിടുന്ന് സിരകളിലേക്ക്, അവിടുന്ന് ശരീരമാകെ പടർന്നു കയറി. കണ്ണനും രാധയും ഓടക്കുഴലിൻ്റെ നാഥമായി ഈ പ്രപഞ്ചം മുഴുവനും ലയിച്ചു നിന്നു. പ്രണയത്തിൻ്റെ രാജകുമാരനും പ്രണയത്തിൻ്റെ രാജകുമാരിയും അവർക്ക് തുല്യമായി ആരാണുള്ളത്?
അവർക്ക് തുല്യമായി ആരാണുള്ളത്? അവരവിടെ നിൽക്കട്ടെ, അവരവിടെ നിൽക്കട്ടെ, മറ്റാരും അങ്ങോട്ട് പോകാതിരിക്കുക. കൃഷ്ണൻ രാധയ്ക്ക് മാത്രം, രാധ കൃഷ്ണന് മാത്രം. അതേ, രാധാകൃഷ്ണന്മാർ പ്രപഞ്ചമാകെ ലയിച്ച് പ്രണയമായി നിൽക്കുന്നു, ഓടക്കുഴൽ നാദമായി നിൽക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡ് എവിടാ നിർത്തിയതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതെ, അർജുനൻ ദ്രൗപദിയെ നേടി, ദ്രൗപദിയുമായി വന്ന് പിതാവ് ദ്രുപദന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു, അദ്ദേഹം അനുഗ്രഹിച്ചു. അവിടെ വെച്ചാണ് കൃഷ്ണൻ വിളിക്കുന്നത് കുന്തിയുടെ പുത്ര. അപ്പോഴാണ് ദ്രൗപദിയുടെ പിതാവായ ദ്രുപദൻ പോലും അറിയുന്നത് ഇത് അർജുനനാണെന്ന്. ദ്രുപദൻ സന്തോഷം സഹിക്കാൻ വയ്യാതെ ഓടി വന്ന് കൃഷ്ണനെ പൊക്കിയെടുത്തിട്ട് പറഞ്ഞു, വസുദേവ കൃഷ്ണൻ വിജയിക്കട്ടെ, വസുദേവ കൃഷ്ണൻ വിജയിക്കട്ടെ. രാജാവ് വിളിക്കുന്നത് കണ്ട് മറ്റുള്ളവരും ആർത്തു വിളിച്ചു. അങ്ങനെ എല്ലാവരും സന്തോഷഭരിതരായിട്ട് നിൽക്കുന്ന അവസരത്തിൽ ഒരു തത്ത പറന്നു വന്നു. ആരുടെ കൈകളിലിരുന്നു? കൃഷ്ണന്റെ കയ്യിൽ. അതിൽ ഒരു സന്ദേശമുണ്ടായിരുന്നു. ആ സന്ദേശം വായിച്ച കൃഷ്ണൻ ഞെട്ടിത്തെറിച്ചു പോയി. ആ സന്ദേശത്തിൽ എഴുതിയിരിക്കുന്നു, കൃഷ്ണ, ഇപ്പൊ തന്നെ നിന്റെ പുറത്തൊരു കളങ്കമുണ്ട്, നീ എന്നെ മറന്നു എന്ന്. ഇനി ഒരു കളങ്കവും കൂടെ നീ പിടിച്ചു വെക്കരുത്. കൃഷ്ണൻ ആകാംക്ഷയോടുകൂടിയാണ് അത് നോക്കിയത്. അതിനകത്ത് എഴുതിയിരിക്കുന്നു, ദ്രൗപദിയെ ഈ 5 പേർക്കും കൂടെ കൊടുക്കുന്ന ചുമതല നീ ഏറ്റെടുക്കരുത് കൃഷ്ണ. അതും കൂടെ നീ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിന്നോട് ആരും പൊറുക്കില്ല. കൃഷ്ണൻ പെട്ടെന്ന് പറഞ്ഞു, ഇല്ല, അങ്ങനെ സംഭവിക്കില്ല. എല്ലാവരും ഞെട്ടി കൃഷ്ണനെ നോക്കി. കൃഷ്ണൻ പറഞ്ഞു, ഒന്നുമില്ല, ഒന്നുമില്ല. കൃഷ്ണൻ അവരെ അനുഗ്രഹിച്ചിട്ട് അവിടുന്ന് നടന്നുപോയി. കൃഷ്ണൻ വിചാരിക്കുകയാണ്, എന്തർത്ഥത്തിലാണ് രാധ പറയുന്നത്? ഇവൾ 5 പേരെ കെട്ടും, 5 പേരെ കെട്ടാൻ ഞാൻ സഹായിക്കുമെന്ന് പറയുന്നത്. എത്ര ചിന്തിച്ചിട്ടും കൃഷ്ണന് മനസ്സിലാകുന്നില്ല. കൃഷ്ണൻ വിചാരിച്ചു, അങ്ങനെയെങ്കിൽ ഇനി ധ്യാനത്തിലിരിക്കണം, ധ്യാനത്തിലിരുന്നാൽ മാത്രമേ പിടികിട്ടൂ. പക്ഷേ രാധ അവൾ എന്നേക്കാൾ എത്രയോ മുന്നിലാണ് ഓടുന്നത്, എന്നേക്കാൾ എത്രയോ വേഗത്തിലാണ് ഓടുന്നത്, എന്നേക്കാൾ എത്രയോ നേരത്തെ അവൾ കാര്യങ്ങൾ അറിയുന്നു. എനിക്കൊരു അപവാദം വരാതിരിക്കാൻ അവൾ എത്രമേൽ ശ്രദ്ധിക്കുന്നു. കൃഷ്ണന് വല്ലാത്ത വിഷമം തോന്നി. അതേ, പ്രത്യേകിച്ചും അവൾ എഴുതിയിരിക്കുന്ന ആദ്യത്തെ വാക്യം കൃഷ്ണൻ വീണ്ടും വീണ്ടും വായിച്ചു. കൃഷ്ണ, ഇപ്പോൾ തന്നെ നിന്റെ പേരിൽ ഒരു കളങ്കമുണ്ട്, നീ എന്നെ മറന്നു എന്ന്. കൃഷ്ണൻ ആ കത്ത് നെഞ്ചോട് ചേർത്തിട്ട് സ്വയം ചോദിച്ചു, മറന്നോ? ഞാൻ മറന്നോ? ഞാൻ ശരിക്കും രാധയെ ഞാൻ മറന്നോ? സത്യത്തിൽ ഞാൻ രാധയെ മറന്നു? കൃഷ്ണന് തന്നെ ഒരു ഉത്തരം കിട്ടിയില്ല. കൃഷ്ണൻ അമ്പരന്നിരുന്നു. അങ്ങനെ ദ്രൗപദിയുടെ വിവാഹം എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നടന്നു. ആദ്യത്തെ ദിവസം അർജുനന്റെ മണിയറയിലേക്ക് ദ്രൗപദി എത്തുകയാണ്. അർജുനൻ ദ്രൗപദിയെ പിടിച്ച് തൻ്റെ അടുക്കൽ ഇരുത്തി കഴിഞ്ഞിട്ട് ദ്രൗപദി പറഞ്ഞു, അങ്ങ് വില്ലാളി വീരനാണ്, അങ്ങയെ ലഭിച്ച ഞാൻ ഭാഗ്യവതിയാണ്. അപ്പോൾ അർജുനൻ പറഞ്ഞു, നിന്നെപ്പോലെ ഒരു സുന്ദരിയെ ലഭിച്ച ഞാനും ഭാഗ്യവാനാണ്. അപ്പോൾ ദ്രൗപദി പറഞ്ഞു, അർജുന, എനിക്കൊരേ ഒരാഗ്രഹമാണ്. എൻ്റെ പിതാവിനെ വധിച്ച ദ്രോണര്, ആ ദ്രോണരെ വധിക്കണം. അതിന് കഴിവുള്ള ഒരേ ഒരാൾ നിങ്ങൾ മാത്രമാണ്. അതെനിക്ക് വേണ്ടി ചെയ്തു തരില്ലേ? അർജുനൻ ഒരു നിമിഷം ദ്രൗപദിയുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് ദ്രൗപദിയെ ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാം പിന്നീട്. അടുത്ത ദിവസം നേരം പുലർന്നു. അന്ന് കുറേ കഴിഞ്ഞപ്പോൾ നേരം ഏതാണ്ട് ഉച്ചയോടടുത്ത സമയം കുന്തിദേവി ദ്രൗപദിയെയും കൂട്ടിക്കൊണ്ട് അല്പം ദൂരേക്ക് പോയി. അവിടെ ഒരു വൃക്ഷത്തിന്റെ ഇരുന്നിട്ട് പറഞ്ഞു, മകളെ, നീ സന്തോഷവതിയാണോ? ദ്രൗപദി പറഞ്ഞു, സന്തോഷവതിയാണമ്മേ.
അപ്പോൾ കുന്തിദേവി പറഞ്ഞു, ദ്രൗപദി, എനിക്ക് നിന്റെ മനസ്സ് വായിക്കാൻ കഴിയും. ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ. മകളെ, നിന്നെ പിതാവ് ഒരു വില്ലാളി വീരന് തന്നെ വിവാഹം ചെയ്തയക്കണമെന്ന് തീരുമാനിച്ചത് എന്തിനു വേണ്ടിയാണ്? ദ്രൗപദിയുടെ മുഖം ചുമന്നു. എൻ്റെ അച്ഛനെ ദ്രോണര് പിടിച്ചു കെട്ടി അപമാനിച്ചു. എൻ്റെ കൺമുന്നിൽ നിന്ന് അമ്മേ ഇപ്പോഴും ആ ദൃശ്യം മായുന്നില്ല. ഇപ്പോഴും എൻ്റെ കൺമുന്നിൽ ബന്ധനസ്ഥനായ എൻ്റെ പിതാവ്, അപമാന ഭാരം കൊണ്ട് ശിരസ് കുനിഞ്ഞു നിൽക്കുന്ന എൻ്റെ പിതാവ്, ആ ദുഷ്ടനായ ദ്രോണരെ വധിക്കണം. ബാല്യത്തിൽ അറിവില്ലാത്ത പ്രായത്തിൽ എപ്പോഴോ ചെയ്ത ഒരു വാഗ്ദാനത്തിൻ്റെ പേരിൽ എൻ്റെ പിതാവിനെ പിടിച്ചു കെട്ടിയ ദ്രോണരെ വധിക്കണം, പക വീട്ടണം. പക വീട്ടാൻ വേണ്ടി മാത്രമാണ് ഈ സ്വയംവരം നിശ്ചയിച്ചതും വില്ലാളി വീരനെ തെരഞ്ഞെടുത്തതും. അർജുനൻ എന്നെ നേടിയത് അമ്മ കണ്ടില്ലേ? അമ്മേ, അർജുനൻ ദ്രോണരെ വധിക്കും, അർജുനൻ ദ്രോണരെ വധിക്കും. അപ്പോൾ കുന്തിദേവി പറഞ്ഞു, മകളെ, എത്ര നല്ല ദാമ്പത്യ സുഖം കിട്ടിയാലും ദ്രോണരെ വധിച്ചില്ലെങ്കിൽ നീ സന്തോഷവതിയാകുമോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. പക്ഷേ ദ്രോണരെ വധിച്ചില്ലെങ്കിൽ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ലമ്മേ. അർജുനന് കഴിയും, അർജുനന് മാത്രമേ കഴിയൂ. അപ്പോൾ കുന്തിദേവി പറഞ്ഞു, മകളെ, ഇല്ല, അർജുനന് കഴിയില്ല. എന്ത്? അർജുനന് കഴിയില്ലെന്നോ? കുന്തിദേവി പറഞ്ഞു, അർജുനൻ കർണനെ നിഷ്പ്രയാസം വധിക്കും. യാതൊരു സംശയവും വേണ്ട. എനിക്ക് നന്നായിട്ടറിയാം. കർണൻ അവൻ്റെ ആവനാഴിയിലെ സകല ദിവ്യാസ്ത്രങ്ങളും പ്രയോഗിക്കും. പക്ഷേ അർജുനൻ ഒരിക്കൽ പോലും ദിവ്യാസ്ത്രം എടുക്കില്ല മകളെ. അർജുനനെ കുറിച്ച് നിനക്കറിയില്ല. അവൻ പാവമാണ്, അവൻ നിഷ്കളങ്കനാണ്, അവൻ ധർമ്മത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുന്നവനാണ്. കർണൻ അതല്ല. അവൻ എല്ലാ ദിവ്യായുധങ്ങളും എടുക്കും, പക്ഷേ അർജുനൻ എടുക്കില്ല. അതുകൊണ്ട് അല്പം നീണ്ടുപോകാം, പക്ഷേ അർജുനൻ കൃഷ്ണനെ വധിക്കും. സാധാരണ അസ്ത്രം കൊണ്ട് തന്നെ കർണനെ വധിക്കും. അർജുനൻ കർണനെ വധിക്കും. പക്ഷേ മകളെ, അർജുനന് ദ്രോണരെ വധിക്കാൻ സാധ്യമല്ല. അമ്മ എന്താണ് ഈ പറയുന്നത്? അർജുനന് ദ്രോണരെ വധിക്കാൻ കഴിയില്ലെന്നോ? കർണനെ നിഷ്പ്രയാസം വധിക്കാമെങ്കിൽ ദ്രോണരെ വധിക്കാൻ കഴിയും. അപ്പോൾ പറഞ്ഞു, ദ്രോണരേക്കാൾ വലിയ വില്ലാളി വീരനെ അർജുനൻ വധിക്കും. സംശയിക്കേണ്ട നീ. ദ്രോണരേക്കാൾ വലിയ വില്ലാളി വീരനെ വധിക്കും. പക്ഷേ ദ്രോണരെ വധിക്കില്ല. എന്തുകൊണ്ട്? ഗുരുവാണ്, അർജുനന്റെ ഗുരുവാണ്. അർജുനന്റെ ഗുരുവാണത്. ഗുരുവിനെ അവൻ വധിക്കില്ല. ഗുരുവധത്തിന് എന്തു പറഞ്ഞാലും അർജുനനെ കിട്ടില്ല. കാരണം അവൻ അത്രയ്ക്ക് നിഷ്കളങ്കനാണ്, അവൻ അത്രയ്ക്ക് നിഷ്കളങ്കനാണ്. പെട്ടെന്ന് ദ്രൗപദിക്ക് തൻ്റെ ആദ്യ രാത്രി ഓർമ്മ വന്നു. അതേ, താൻ പറഞ്ഞു തൻ്റെ ലക്ഷ്യം തന്നെ ദ്രോണരെ വധിക്കുക. പെട്ടെന്ന് അർജുനൻ വിഷയം മാറ്റുകയായിരുന്നു. വിഷയം മാറ്റി, അതൊക്കെ പിന്നീടുള്ള കാര്യമല്ലേ എന്ന് പറഞ്ഞു. സാധാരണ ഒരു പുരുഷൻ ആ സമയത്ത് ഭാര്യ ചോദിക്കുന്ന ഏത് ചോദ്യത്തിനും അനുകൂല ഉത്തരം പറയും. ദ്രൗപദിയുടെ മുഖം വാടി. അപ്പോൾ പറഞ്ഞു, മകളെ, പക്ഷേ ദ്രോണരെ വധിക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ ദ്രൗപദി ചോദിച്ചു, എങ്ങനെ? ആ വധം നടക്കണമെങ്കിൽ യുധിഷ്ഠിരനും ഭീമനും നകുല സഹദേവന്മാരും ഒറ്റക്കെട്ടായി നിൽക്കണം. ഈ വധത്തിന് വേണ്ട സാഹചര്യങ്ങൾ കൃഷ്ണൻ ഒരുക്കിത്തരും. ഭീമന്റെയും നകുല സഹദേവന്മാരുടെയും സഹായത്തോടെ നിന്റെ സഹോദരങ്ങൾക്ക് നിഷ്പ്രയാസം അവനെ വധിക്കാൻ, ദ്രോണരെ വധിക്കാനായിട്ട് സാധിക്കും. പക്ഷേ അർജുനൻ ഏത് സാഹചര്യം ഒരുക്കി കൊടുത്താലും അർജുനൻ വധിക്കില്ല. അപ്പോൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അർജുനൻ വധിച്ചില്ലെങ്കിലും അവര് വധിക്കുമല്ലോ. അപ്പോൾ കുന്തിദേവി പറഞ്ഞു, അവിടെയും ഒരു പ്രശ്നമുണ്ട് മകളെ. അവർ വേറെ വിവാഹം ചെയ്താൽ നിനക്കു വേണ്ടി അവരുടെ ഗുരുവിനെ വധിക്കാൻ അവർ തയ്യാറാകില്ല.
വധിക്കാൻ കൂട്ടുനിൽക്കുകയുമില്ല. മകളെ, ഭീമസേനന്റെയും നകുല സഹദേവന്റെയും ഗുരു ദ്രോണരാണ്. സ്വന്തം ഗുരുവിനെ വധിക്കാൻ അല്ലെങ്കിൽ വധിക്കുന്നതിന് കൂട്ടുനിൽക്കാൻ ഒരു കാരണവശാലും അവർക്ക് കഴിയില്ല. ആംബുലൻസ് പോകുന്ന ശബ്ദമാണ്, അത് നീ മനസ്സിലാക്കുക. അപ്പോൾ വീണ്ടും ആരുടെ മുഖം വിളറി? അവരുടെ മുഖം, ദ്രൗപദിയുടെ മുഖം വിളറി. അപ്പോൾ കുന്തി പറഞ്ഞു, നോക്കൂ ദ്രൗപദി, അവരുടെ ഭാര്യമാര് പറയുകയാണ്, ഭീമസേനനോടും അതേപോലെ നകുല സഹദേവന്മാരോടും അവരുടെ ഭാര്യമാർ പറയുകയാണ്, നിങ്ങൾ വെറുതെ ആ ദ്രൗപദിയുടെ വാക്ക് കേട്ടിട്ട് ദ്രോണരെ വധിക്കാനായി പോകരുത്. ഗുരുശാപം അത് വളരെ വലുതാണെന്ന് പറഞ്ഞാൽ അവരനുസരിക്കും. അർജുനനോളം ധർമ്മനിഷ്ഠ അവർക്കില്ല, പക്ഷേ ഭാര്യമാര് പറഞ്ഞാൽ അവരനുസരിക്കും. കാരണം പുരുഷൻ അങ്ങനെയാണ്, ഭാര്യ പറയുന്നതൊക്കെ ചെയ്യും. അവളുടെ മുന്നിൽ വീരനാകാൻ വേണ്ടി അത് ചെയ്യും. ഭാര്യ അവന് സർവസ്വവുമാണ്. അതുകൊണ്ട് അവര് പറയണമെങ്കിൽ അവരുടെ ഭാര്യമാരവരോട് പറയണം. ഭീമന്റെയും നകുലന്റെയും സഹദേവന്റെയും ഭാര്യമാർ ഒന്നിച്ചു പറയണം, നിങ്ങൾ ദ്രോണരെ വധിക്കണം, അങ്ങനെ പറയണം. അപ്പോൾ പാഞ്ചാലി പറഞ്ഞു, അത് പറയുമോ? അവരുടെ ഭാര്യമാരങ്ങനെ പറയുമോ? ഗുരുവിനെ വധിക്കാനായിട്ട് പറയുമോ? അപ്പോൾ കുന്തിദേവി പറഞ്ഞു, പറയിപ്പിക്കണം, അങ്ങനെ പറയിപ്പിക്കണം. അപ്പൊ ദ്രൗപദി പറഞ്ഞു, എങ്ങനെ? അപ്പോൾ പറഞ്ഞു, നോക്കൂ ദ്രൗപദി, ഞാൻ പറയുകയാണ്, ഭീമന്റെയും യുധിഷ്ഠിരന്റെയും നകുല സഹദേവന്റെയും ഭാര്യമാർ ദ്രോണരെ വധിക്കാൻ പറഞ്ഞാൽ പിന്നെ അർജുനന്റെ വാക്കുകൾക്ക് പ്രസക്തിയില്ല. നിശ്ചയമായിട്ടും ഒന്നുകിൽ അവര് തന്നെ വധിക്കും. കാരണം ഭീമസേനന് അർജുനനെ കണക്കുള്ള ധർമ്മബോധമില്ല. ഭീമന്റെ ഭാര്യ പറഞ്ഞാൽ ചിലപ്പോൾ ഭീമൻ തന്നെ ദ്രോണരെ വധിക്കും, അല്ലെങ്കിൽ നിന്റെ സഹോദരന് വധിക്കാൻ സഹായിക്കുകയും ചെയ്യും. ഭാര്യ പറഞ്ഞാൽ നടക്കും. പക്ഷെ അതെങ്ങനെ നടക്കുമമ്മേ? നടക്കും. ഭീമന്റെ ഭാര്യ നീയാണെങ്കിൽ നടക്കും, യുധിഷ്ഠിരന്റെ ഭാര്യ നീയാണെങ്കിൽ നടക്കും, നകുലന്റെ ഭാര്യ നീയാണെങ്കിൽ നടക്കും, സഹദേവന്റെ ഭാര്യ നീയാണെങ്കിൽ നടക്കും. ദ്രൗപദി ഞെട്ടിത്തെറിച്ചു പോയി. ദ്രൗപദി പറഞ്ഞു, എന്താണ് അമ്മ പറയുന്നത്? അമ്മ എന്താണ് പറയുന്നത്? ഞാൻ ഒരേ സമയം 5 പേരുടെ ഭാര്യമാകാനോ? മകളെ, ഈ 5 പേരുടെ ഭാര്യയാണെങ്കിൽ നിനക്കവരെ വിരൽ തുമ്പിലിട്ട് വട്ടം കറക്കാം. നീയാണ് ഭീമസേനന്റെ ഭാര്യയെങ്കിൽ നീ പറയുന്നതിനപ്പുറം അവൻ ചലിക്കില്ല. നീയാണ് യുധിഷ്ഠിരന്റെ ഭാര്യയെങ്കിൽ നിനക്ക് യുധിഷ്ഠിരനെയും ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ പറ്റും. നീയാണ് നകുല സഹദേവന്റെ ഭാര്യയെങ്കിൽ നിശ്ചയമായും നിനക്കവരെ നിയന്ത്രിക്കാൻ പറ്റും. നീ ഈ 5 പേരുടെയും ഭാര്യയാകുമെങ്കിൽ നിനക്ക് ദ്രോണരെ വധിക്കാൻ പറ്റും. അമ്മേ, അത് മഹാപാപമല്ലേ? ജനങ്ങൾ എന്താണപ്പ എന്നെ കുറിച്ച് പറയുന്നത്? അപ്പോൾ പറയും, മകളെ, അത് പാപമല്ല. ഗൗതമ മഹർഷിയുടെ ഭാര്യ ജഡില ഋഷിമാരായ 7 സഹോദരന്മാരെയാണ് വിവാഹം ചെയ്തത്. പ്രാജേതസ് എന്ന 10 സഹോദരന്മാര് ഒരൊറ്റ സ്ത്രീയാണ് വിവാഹം ചെയ്തത്. നമ്മുടെ പുരാണം പറയുന്നു, സാഹചര്യം ആവശ്യമായി വരികയാണെങ്കിൽ ഒരു സ്ത്രീക്ക് സഹോദരന്മാരെ വിവാഹം ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നീയാണ് ഈ 5 പേരുടെ ഭാര്യയെങ്കിൽ നീ ദ്രോണരെ വധിക്കാൻ പറഞ്ഞാൽ അർജുനൻ ഒഴിച്ചുള്ള 4 പേരും വധിച്ചിരിക്കാൻ തയ്യാറാകും. അതിനുള്ള മനസ്സവർക്കുണ്ടാകും, യാതൊരു സംശയവും വേണ്ട. ധർമ്മിഷ്ഠനായ യുധിഷ്ഠിരൻ ആദ്യമൊന്ന് പതറുമായിരിക്കും, പക്ഷേ സമ്മതിക്കും. അല്ലെങ്കിൽ നിന്റെ സഹോദരങ്ങൾക്ക് അതിനുള്ള വലയമൊരുക്കും. അതല്ല എങ്കിൽ നിന്റെ സഹോദരൻ ഏതെങ്കിലും കാരണവശാൽ ദ്രോണരെ വധിച്ചാൽ ഗുരുഭക്തിയോർത്ത് ഈ അർജുനൻ തന്നെ നിന്റെ സഹോദരനെ വധിക്കും, അല്ലെങ്കിൽ ഭീമസേനൻ നിന്റെ സഹോദരനെ വധിക്കും. ദ്രോണരെ വധിക്കുന്നത് ആരായാലും ഈ 5 പേരും ചേർന്ന് അവരെ വധിക്കും. ഇപ്പോൾ നീ 5 പേരുടെ ഭാര്യയാണെങ്കിൽ നിന്റെ സഹോദരൻ ദ്രോണരെ വധിച്ചാൽ
അങ്ങനെ വധിച്ചു കഴിഞ്ഞാൽ അവൻ സുരക്ഷിതനായിരിക്കും. കാരണം നീ 5 പേരുടെ ഭാര്യയാണ്, മറ്റു 4 പേരും അർജുനനെ തടഞ്ഞു നിർത്തും. എന്താണ് വേണ്ടത് നീ നിശ്ചയിക്കണം, ഞാനായിട്ടൊന്നും പറയുകയില്ല. അപ്പോൾ ദ്രൗപദി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അമ്മേ ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ അപ്പോൾ പറഞ്ഞു, നീ കൃഷ്ണന്റെ അടുക്കൽ ചെന്ന് അനുവാദം വാങ്ങൂ, നീ കൃഷ്ണനോട് ചോദിക്കൂ. ദ്രൗപദിക്ക് അന്നേരമാണ് തോന്നിയത്, നല്ലതാണ്, കൃഷ്ണനോട് വേണം ഇത് ചോദിക്കാൻ. ദ്രൗപദി അവിടെ നിന്ന് എഴുന്നേറ്റു, കൃഷ്ണന്റെ അടുക്കൽ ചെന്ന്. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, ദ്രൗപദിയോ വന്നാലും. അപ്പൊ ദ്രൗപദി വന്നിട്ട് കുന്തി പറഞ്ഞ സകല കാര്യങ്ങളും പറഞ്ഞു. അക്ഷരാർത്ഥത്തിൽ കൃഷ്ണൻ ഞെട്ടിപ്പോയി. കൃഷ്ണൻ ഞെട്ടിപ്പോയത് ശരിക്കും കുന്തി പറഞ്ഞ കാര്യം കേട്ടിട്ടല്ല, രാധ പറഞ്ഞത്. എത്ര ദീർഘവീക്ഷണമാണ്! രാധേ, നീ എനിക്കൊരു സൂചന തന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇവക്കിപ്പോ സമ്മതം കൊടുത്തേനായിരുന്നു രാധേ. കാരണം പുരാണങ്ങൾ അതിന് അനുവാദം കൊടുക്കുന്നുണ്ട്. ഒരു നിമിഷം കൃഷ്ണൻ നിന്നിട്ട് പറഞ്ഞു, ദ്രൗപദി നിനക്കെന്താണ് അറിയേണ്ടത്? ദ്രൗപദി പറഞ്ഞു, കൃഷ്ണൻ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായി ഞാൻ കരുതുന്നു. കൃഷ്ണൻ പറയൂ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ 5 പേരെ ഞാൻ വിവാഹം കഴിക്കണോ? അപ്പോൾ പറഞ്ഞു, ഇതിനുത്തരം തരാൻ ഒരാൾക്കേ കഴിയൂ. അപ്പോൾ ചോദിച്ചു, ആർക്ക്? അന്നേരം പറഞ്ഞു, രാധയ്ക്ക്. രാധയ്ക്കോ? അതെ, ഞാൻ പറയാം, നീ ഇവിടെ ഇരിക്കൂ, പത്മാസനത്തിൽ ഇരിക്കൂ. അവിടെ ഇരുന്നു കൊണ്ട് ഓം രാധായേ സ്വാഹ എന്ന് ജപിക്കൂ, അവളെ മനസ്സിൽ ധ്യാനിക്കൂ. അപ്പോൾ ദ്രൗപദി ആ വസതിയുടെ ഒരു വശത്തേക്ക്, ശരിക്കും പറഞ്ഞാൽ അഗ്നികോണിന്റെ അടുക്കലേക്ക് മാറിയിരുന്നു, പത്മാസനത്തിലിരുന്നു. കൃഷ്ണൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നിന്നു. പത്മാസനത്തിൽ ഇരുന്നു കൊണ്ട് ദ്രൗപദി ധ്യാനിച്ചു, ഓം രാധായേ സ്വാഹ, ഓം രാധായേ സ്വാഹ, ഓം രാധായേ സ്വാഹ, ഓം രാധായേ സ്വാഹ. ആ സമയത്ത് ഒരു അശരീരി പോലെ ആ ശബ്ദം കേട്ടു, മകളെ, നീ എന്തിനു വേണ്ടിയാണ് എന്നെ വിളിക്കുന്നത്? ദ്രൗപദി കണ്ണു തുറന്നു, പക്ഷെ അവിടെ ആരുമില്ല. ദ്രൗപദി പറഞ്ഞു, അമ്മേ, എവിടെ രാധേ? അപ്പോൾ പറഞ്ഞു, നിനക്ക് ദർശനം തരാൻ സമയമായില്ല, കുറച്ചുകൂടി വൈകും. നീ ഇപ്പോൾ എന്നെ എന്തിനാണ് വിളിച്ചത്? അപ്പോൾ ദ്രൗപദി പറഞ്ഞു, ഞാൻ ഈ 5 പേരെ വിവാഹം ചെയ്യണമോ അതോ അർജുനനെ മാത്രം വിവാഹം ചെയ്യണമോ? അമ്മയുടെ അഭിപ്രായം എന്താണ്? അപ്പൊ രാധാറാണി പറഞ്ഞു, നോക്കൂ, നിനക്ക് വേണ്ടത് നല്ലൊരു ദാമ്പത്യ ജീവിതം നയിക്കണമെന്നാണെങ്കിൽ നീ അർജുനനെ മാത്രം വിവാഹം ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. പക്ഷേ ദ്രോണരെ വധിക്കാൻ സാധ്യമല്ല. അതല്ല, നിനക്ക് ദ്രോണരെ വധിക്കണമെന്നാണ് നിന്റെ ജീവിത അഭിലാഷമെങ്കിൽ നീ 5 പേരെയും വിവാഹം കഴിക്കുക. ഇനി നീ തീരുമാനിക്കുക. അവിടെ നിന്ന് ദ്രൗപദി എഴുന്നേറ്റു. ദ്രൗപദിയുടെ മുഖത്ത് ഉറച്ച തീരുമാനമുണ്ടായിരുന്നു. ദ്രൗപദി പുറത്തേക്ക് വന്നു, കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ, രാധ ബുദ്ധിമതിയാണ്, എങ്ങും തൊടാതെ കാര്യം പറഞ്ഞു. എന്നാൽ എല്ലാം തൊടുകയും ചെയ്തു. എന്തു വേണമെന്ന് എനിക്ക് മനസ്സിലായി. കൃഷ്ണൻ പുഞ്ചിരിച്ചു. രാധാറാണി കുന്തിദേവിയുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, അമ്മേ, ഞാൻ ഈ 5 പേരെയും വിവാഹം കഴിക്കാം. പക്ഷേ ഇതിന് മാലോകരോട് എന്ത് കാര്യം പറയും? വിശ്വസനീയമായ ഒരു കാര്യം ഈ ലോകത്തെ ജനങ്ങളോട് പറയണം. അല്ലെങ്കിൽ ഞാൻ പതിവ്രതയല്ല, വളരെ മോശപ്പെട്ട ഒരു സ്ത്രീയായി പോകും. അപ്പൊ കുന്തിദേവി പറഞ്ഞു, മകളെ, ഞാൻ അതിനൊരു കാരണം കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ദ്രൗപദി ചോദിക്കും, എന്താണമ്മേ? ഞാൻ പറയാം, ഈ മാലോകരോട് പറയാം, എൻ്റെ 5 മക്കളും നിങ്ങളെയും കൊണ്ടുവന്ന് ദ്രൗപദിയെയും കൊണ്ടുവന്നിട്ട് പറഞ്ഞു, അമ്മേ, ഞങ്ങൾക്കിന്ന് നല്ലൊരു ഭിക്ഷ കിട്ടിയിരിക്കുന്നു, എന്തു വേണം? എപ്പോൾ ഇവർ വന്ന് പറഞ്ഞാലും ഞാൻ പറയും 5 പേരും കൂടെ വീതിച്ചെടുത്തുകൊള്ളാൻ. ഞാൻ അങ്ങനെ പറയാം.
മാതാവിൻ്റെ വാക്കുകൾ ഒരിക്കലും ധിക്കരിക്കില്ല എന്നെൻ്റെ മക്കൾ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷേ ചരിത്രം ഈ കുന്തിയെ കുറ്റപ്പെടുത്തും, വിഡ്ഢിത്തമായ തീരുമാനമെടുത്തെന്ന്. പക്ഷേ ദ്രൗപദി, നിന്റെ ആഗ്രഹത്തിന് വേണ്ടി ഞാനത് പറയാം. അത് മാലോകര് വിശ്വസിച്ചു കൊള്ളും ദ്രൗപദി. ആട്ടെ, നിനക്ക് കൃഷ്ണൻ നിന്നോട് എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ലേ, കൃഷ്ണന്റെ അടുക്കൽ ചെന്നാൽ എനിക്കറിയാം നീ ഇതിന് സമ്മതിക്കുമെന്ന്. അപ്പോൾ ദ്രൗപദി പറഞ്ഞു, കൃഷ്ണനല്ല, കൃഷ്ണനൊന്നും പറഞ്ഞില്ല. പിന്നെ പറഞ്ഞത് രാധയാണ്. രാധയോ? ആരാണ് രാധ? വൃന്ദാവനത്തിലെ രാധ, കൃഷ്ണന്റെ സർവസ്വമായ രാധ, ഈ പ്രപഞ്ചത്തിന്റെ അധിപയായ രാധ. അത് ഞാൻ ഇന്ന് മനസ്സിലാക്കി. ആ രാധയെ കണ്ണുകൊണ്ട് കാണാനുള്ള യോഗ്യത എനിക്ക് വന്നിട്ടില്ല എന്ന് രാധ ബോധ്യപ്പെടുത്തി തന്നു. രാധ എന്നോട് പറഞ്ഞു, നിനക്ക് ദാമ്പത്യ ജീവിതമാണ് വേണ്ടതെങ്കിൽ അർജുനനെ മാത്രം, അതല്ല നിനക്ക് ദ്രോണരെ വധിക്കണമെന്നാണെങ്കിൽ 5 പേരും വേണമെന്ന് പറഞ്ഞു. അമ്മേ, രാധയാണ് എനിക്ക് പറഞ്ഞത്. കാരണം കൃഷ്ണൻ പറഞ്ഞു നീ രാധയെ ജപിക്കാൻ. രാധ എന്ന വാക്ക് കുന്തി ആദ്യമായി കേൾക്കുകയായിരുന്നു. ആ രാധ, കൃഷ്ണൻ അങ്ങനെ ഒരു കാമുകിയുണ്ടോ? അമ്മേ, കൃഷ്ണന്റെ കാമുകി മാത്രമല്ല, സർവസ്വവുമാണ് രാധ. ആ രാധ പറഞ്ഞിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ദ്രൗപദി നടന്ന് അർജുനന്റെ മുറിയിലേക്ക് നടന്നുപോയി. കുന്തി അമ്പരന്ന് നിൽക്കുകയാണ്. അവിടെ ഒരു താമരപ്പൂവിന്റെ ഗന്ധം പടർന്നു. ആ താമരപ്പൂവിന്റെ അസാധാരണമായ ഗന്ധം അതുവരെ ഇല്ലായിരുന്നു. ആ സമയത്ത് കുന്തി ദേവി കേൾക്കുകയാണ്, 1000 പേര് ഒന്നിച്ചു പറയുന്നത് പോലെ, ഈ പ്രപഞ്ചം മുഴുവനും മന്ത്രിക്കുന്നത് പോലെ, രാധേ രാധേ, ശ്രീ രാധേ രാധേ, രാധേ രാധേ, ശ്രീ രാധേ രാധേ, രാധേ രാധേ, ശ്രീ രാധേ രാധേ, രാധേ രാധേ, ഓ 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 രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രസേശ്വരി രാധികായേ സ്വാഹ.